ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മുൻ ബിഗ് ബോസ് ജേതാവായ അനുമോൾ അനിക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുക. ഇന്നലെയായിരുന്നു കല്യാണം. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. സഹിക്ക വയ്യാതെ അനീഷ് പൊട്ടിക്കരഞ്ഞു. എന്തോളയാടാ നീ. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് പറയുന്ന വേറെ ഒന്നല്ല, ഞാനെടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഒരു 1000 രൂപ അല്ല ഒരു 500 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാം. അത് നമ്മുടെ എൻ്റെ തന്നെ സ്വന്തം ചാനലായ അയാം വിമലു എന്ന ചാനലിൽ നിങ്ങൾ കയറിയാൽ ഒരുപാട് ബിസിനസ് ഐഡിയകൾ 1000 രൂപ 500 രൂപ 500 രൂപ താഴെ ഒക്കെ നിങ്ങൾക്ക് ബിസിനസ് സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് നമ്മുടെ ഇൻബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ കയറുക. അതിനകത്ത് കോൺടാക്ട് നമ്പറും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അനുമോൾ അനിക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കും. ഇന്നലെയായിരുന്നു കല്യാണം. പൊട്ടിക്കരഞ്ഞു അനീഷ്, ഹൃദയം തകർന്ന് അനീഷ് എന്ന് പറഞ്ഞ് ചില സോഷ്യൽ മീഡിയയിലുള്ള ചില അവന്മാർ വീഡിയോ ഇട്ടിട്ടുണ്ട്. അനീഷ് അവിടെ വെച്ചു അനുമോളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ബിഗ് ബോസ് വെച്ച് അനുമോൾ അല്ല എന്ന് പറഞ്ഞു. അദ്ദേഹവും വിട്ടു, അനുമോളും ആ കാര്യം വിട്ടു. അത് ബിഗ് ബോസ് പുറത്ത്. പിന്നെ അനുമോളുടെ കല്യാണം നിറഞ്ഞ് താങ്ങാൻ വയ്യാതെ അനീഷ് ഹൃദയപൂർവ്വം പൊട്ടിക്കരഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഊളകൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെതിരെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തിൻ്റെ കേടാണ് ഇവനൊക്കെ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. അനീഷ് എന്നാ തവസീന് പോയോ? അനീഷ് പൊട്ടിക്കരയാൻ അനീഷിൻ്റെ വല്യമ്മച്ചി വല്ലതും എന്തെങ്കിലും പറ്റിപ്പോയോ? ഇമാതിരി ആളുകൾ വെറുതെ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി. അനുമോളുടെ കല്യാണം കഴിഞ്ഞ് സന്തോഷം, നല്ല സുഖമായിട്ടിരിക്കട്ടെ. പക്ഷേ അനുമോളുടെ കല്യാണം കഴിഞ്ഞ് സങ്കടം സഹിക്കാൻ വല്ലാതെ അനീഷ് കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് അനീഷിൻ്റെ ഹൃദയം തകർന്ന് എന്നൊക്കെ പറഞ്ഞ് കുറേ അവന്മാർ വീഡിയോ ചെയ്തു. എന്തിൻ്റെ സൂക്കടാണ് നിനക്ക്? എനിക്കറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. വെറുതെ മറ്റുള്ളവർ തെറി മേടിക്കും. നമ്മൾ സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ല വീഡിയോസ്, നല്ല ആൾക്കാർക്ക് വേണ്ട സത്യസന്ധമായ വീഡിയോ ഇടണം. അല്ലാതെ വെറുതെ പൊട്ടിക്കരഞ്ഞു അനീഷ് എന്ന് വെച്ചാൽ അനീഷിൻ്റെ പ്രാന്തുണ്ടോ? പൊട്ടിക്കരയാൻ അവിടെ വെച്ച ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു ബിഗ് ബോസിൽ വെച്ച്. അത് അവിടെ കഴിഞ്ഞ് ചിലപ്പോൾ പുള്ളിയുടെ ട്രാജഡി ആയിരിക്കും, അതല്ലേ അയക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്നും പറഞ്ഞ് അനുമോളങ്ങ് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് തകർന്ന് സന്യസിക്കാൻ പോവല്ലെന്ന് വെച്ചാൽ എന്തൊക്കെ ഊളയാണ് നീയൊക്കെ? എന്ത് ഊളത്തരമാണ് നീയൊക്കെ ഈ വിളിച്ചു പറയുന്നത്? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് എന്ത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഉണ്ടോ? ഇങ്ങനെയുള്ളവന്മാരുടെ ചാനൽ കാണാൻ ആൾക്കാരുണ്ട്. നമ്മളെപ്പോലെ സാധാരണ സത്യസന്ധമായി വീഡിയോ ഇടുന്നവൻ്റെ ഒന്നും ചാനൽ കാണാൻ ഒരുത്തനും ഇല്ല. ഞാനിപ്പം സോഷ്യൽ മീഡിയ കണ്ട കാര്യമാണ്. ഞാനിപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഇമാതിരിയൊക്കെ നമുക്ക് സത്യസന്ധമായ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള അനീഷ് കരയുന്നു, അനീഷ് അത് ചെയ്യുന്നു, അനീഷ് സന്യസിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നവരെയൊക്കെ സത്യം പറയാം, അവൻ്റെയൊക്കെ ചാനൽ പൂട്ടിക്കണം. അത് ഞാനാണേലും മറ്റുള്ളവരാണേലും. എന്തിനാണ് ഇങ്ങനെ റീച്ചിന് വേണ്ടി കള്ളത്തരം കാണിക്കുന്നത്? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യണം തോന്നി, അതുകൊണ്ട് വീഡിയോ ഇട്ടത്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ പറയാം. കൂടുതൽ അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.